ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചൊരു തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ പത്തിരിയും കറിക്കനി അതൊക്കെ ആയി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് സ്കൂളിൽ പോകാനുള്ള മോക്കുള്ള ക്യാരറ്റ് തോരനും ചോറൊക്കെ ഉള്ള ലഞ്ച് ബോക്സിലാക്കിയതിന് ശേഷം നമുക്ക് വേറെയുള്ള പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അത് റെഡിയാക്കി വെച്ച് ഇന്ന് എനിക്ക് KMCTയിലൊന്ന് പോവാണ്ട് കേട്ടോ, ഹോസ്പിറ്റലിലൊന്ന് പോവാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ നല്ല പെട്ടെന്ന് നമ്മളെ ജോലികളൊക്കെ തീർക്കുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മളെ ഒരുങ്ങിയത്. ഇപ്പോൾ പൂച്ച വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ബിസ്ക്കറ്റ് ഒന്നും കൊടുത്താൽ ആൾക്ക് വേണ്ടാണ്. ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കൂല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മളെ ജോലികൾ ഓരോന്നും ഇങ്ങനെ പെട്ടെന്ന് തീർക്കാനുള്ള ഓരോ പരിപാടിയിൽ കിച്ചണും കാര്യങ്ങളൊക്കെ നീറ്റാക്കിയിട്ട് ഒക്കെ ക്ലീനാക്കി. ഇനി ലച്ചു മദ്രസ പോയിന്, ഓൾ വന്നതിന് ശേഷം പോവാൻ വേണ്ടിയിട്ടുള്ള ഓൾ വരുമ്പോഴത്തേന് എനിക്ക് റെഡി ആവണം. കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡിയാണ്. അതിന് വേണ്ടി ഞാൻ അലക്കാനുള്ള രാവിലെ തന്നെ മെഷീനിലിട്ടിനി. അതൊക്കെ ഒന്ന് എടുത്ത് തോരട്ട് നമുക്ക് തന്നൂനെ സ്കൂളിൽ അംഗൻവാടി പറഞ്ഞേക്കാൻ ഒരുക്കണം, റെഡിയാക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തന്നൂനെ അംഗൻവാടിക്ക് ഇതാ റെഡിയായി അല്ലേ. എവിടേക്കാ പോണേ? അംഗൻവാടിക്ക് പോവാണ്. അമ്മച്ചിക്ക് ലച്ചുമാനെ ഡോക്ടറെ കാണിക്കാൻ പോകാണ്ട് കേട്ടോ. എന്താ കൊണ്ടുവരണ്ടേ? ജംസ് വെള്ളം കൊണ്ടില്ല. വെള്ളം ഇപ്പോൾ പുറത്തുനിന്ന് വെള്ളം കുടിച്ചാൻ പറ്റൂലായിരുന്നു, അസുഖങ്ങൾ. ജംസ് ഉണ്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ എടശ്ശേരിക്കട വഴിയാണ് കേട്ടോ, മുക്കം കഴിഞ്ഞിട്ടാണല്ലോ KMCT. അങ്ങനെ പോകണം. അപ്പോൾ അരീക്കോട് പോവാതെ ടച്ച് ചെയ്യാതെ നമ്മൾ എടവണ്ണപ്പാറ എത്തുന്നതിൻ്റെ മുന്നെയാണ് എടശ്ശേരിക്കടവ്. അങ്ങനെ ആ പാലം കടന്ന് അങ്ങനെ പോയാൽ നമുക്ക് മുക്കത്തേക്ക് ഷോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അരീക്കോട് റോഡ് നമുക്ക് പിന്നെ ചാടാം. അപ്പം അങ്ങനെ ആ ഒരു വഴിക്കാണ് കേട്ടോ പോണ കാഴ്ചകൾ കണ്ടത്. നല്ല ഭംഗിയായിട്ടോ ഇവിടെയൊക്കെ സ്ഥലങ്ങൾ കാണാൻ. വൈകുന്നേരം ഇവിടെയൊക്കെ ആളുണ്ടാവും എന്നാട്ടോ പറയുന്നത്. നമ്മൾ പോണ ടൈമിൽ അത്ര ആളൊന്നും അവിടെ ഇല്ല കേട്ടോ. അവിടെ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. അങ്ങനെ നമ്മൾ KMCTയിൽ എത്തിട്ടോ. ഇത് അരമണിക്കൂർ 3/4 മണിക്കൂർ, ഞാനും മെല്ലെ പോവുകയാണെങ്കിൽ 3/4 മണിക്കൂറിൻ്റെ ഇതുള്ളൂ. അങ്ങനെ നമ്മൾ KMCTയിൽ എത്തി. ഞങ്ങൾ OP ഷീറ്റിന് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ OP ഷീറ്റ് കിട്ടി. അതൊക്കെ കിട്ടി. നമ്മൾ ഡോക്ടറെ കാണിക്കാൻ ENT സെക്ഷനിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ OPക്ക് പോവാണ്. OPയിലെത്തിയപ്പം OP ഷീറ്റൊക്കെ പോലെ കൈ കൊടുത്തപ്പം മാഡം ക്ലാസ് എടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ ഞങ്ങൾ മാഡത്തിനെ ഡോക്ടർ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഡോക്ടറെയൊക്കെ കാണിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടോ. ഡോക്ടറെ കാണിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിട്ടോ. രാവിലത്തെ ചായമേല അങ്ങനെ പോയതല്ല. പിന്നെ ഏകദേശം ഒരു 12-12:30 കഴിഞ്ഞ്. അപ്പം ഞങ്ങൾ ഒരു ഉഴുന്നുവടയും ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ വീട്ടിലേക്ക് വന്നത്. ചോറൊക്കെ റെഡിയാക്കി പോയതല്ലേ. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും വിശപ്പ് മാറാനുള്ളത് കഴിച്ചാൽ മതി വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങൾ പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എന്ന് KMCTക്ക് പോകുമ്പോഴും അതിൽ ആ ഒരു റൂട്ടിൽ നമ്മൾ പോകുമ്പോഴൊക്കെ അവിടെ ഒരു ചേച്ചി ഇങ്ങനെ ഭരണികൾ സെറാമിക്കിൻ്റെ ഭരണികൾ ആയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ കച്ചവടത്തിന് ഉണ്ടാകലുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഭരണികളെ കണ്ടാൽ നമുക്ക് എല്ലാതും എടുക്കാൻ തോന്നും കേട്ടോ. പക്ഷെ ഞാനിതുവരെ വാങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ട് ഞാൻ വിലയൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നു കേട്ടോ. ഡിസൈൻ ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടത്. നമ്മളെ മുക്കം ഒക്കെ കഴിഞ്ഞ് പോകുന്നിട്ട് ഈ സ്ഥലത്തിന് എന്താ പേര് ഇപ്പോൾ എനിക്കറിയില്ല. എന്നും ഉണ്ടാകലുണ്ട് ആ ചേച്ചി അവിടെ കേട്ടോ. നല്ല അടിപൊളി സെറാമിക്കിൻ്റെ പാത്രങ്ങളും ഭരണികളാണ് കേട്ടോ. അതിന് പിന്നെ പോട്ടുകളുണ്ട്, ഭരണികളുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പോകുന്നു. നമ്മൾ എടശ്ശേരിക്കടവ് പാലം എത്തി. പാലത്തുമ്മ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോന്നുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തന്നു രാവിലെ നമ്മളെ ഏൽപ്പിച്ചതല്ലേ ജംസ് വാങ്ങണമെന്ന്. അപ്പോൾ ഒരു കടയിൽ നിർത്തിയിട്ട് ജംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടയിൽ നിർത്തി ജംസൊക്കെ വാങ്ങി. വേറെ മിഠായികളൊക്കെ ഉണ്ട്, പക്ഷേ ജംസാണ് ഞാനധികം മക്കൾക്ക് വാങ്ങൽ ജംസാണ് കേട്ടോ. അങ്ങനെ
3 ജംസും വാങ്ങിയിട്ട് 3 ആൾക്കും ഓരോ പാക്കറ്റ് 5 രൂപേൻ്റെ 3 ജംസും വാങ്ങിയിട്ട് ഞാൻ പിന്നെ കുറച്ച് റസ്ക്കും വാങ്ങി. വൈകുന്നേരം ചായ കൂട്ടാൻ കുറച്ച് റസ്ക്കും വാങ്ങി. അങ്ങനെ വീട്ടിലെത്തി പിന്നെ വീട്ടിലെത്തിയാൽ പിന്നെ വരണ്ടല്ലോ. പിന്നെ നിസ്കാരം ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിന് സ്കൂളിൽ. അപ്പോൾ അതിന് പോകും വേണം. അപ്പോൾ പെട്ടെന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിച്ച് മീറ്റിങ്ങിന് പോകാൻ റെഡിയായി. മീറ്റിങ്ങിന് പോയിട്ട് അങ്ങനെ നമ്മൾ മീറ്റിങ്ങിന് ഇറങ്ങി സ്കൂളിലെത്തി. CPT കേട്ടോ, ഫസ്റ്റ് CPT ആണ് സ്കൂൾ തുറന്നിട്ടുള്ളത്. അപ്പം മോളെ ക്ലാസ് ഞാൻ ഫസ്റ്റായിട്ട് കാണാണ്. 2Dയിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് എത്തിയപ്പം കുറച്ച് പേരൻസൊക്കെ എത്തീന്. മീറ്റിങ്ങൊക്കെ തുടങ്ങി. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായിട്ടെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണേ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ.